പ്രതികാരം ചെയ്യാനായി സ്ത്രീധന നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നു. ആഞ്ഞടിച്ച് സുപ്രീം കോടതി. സ്ത്രീധന നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ആഞ്ഞടിച്ച് സുപ്രീം കോടതി. വ്യക്തിപരമായ പകപോക്കലിന് നിയമം ഉപയോഗിക്കുന്നുവെന്നും ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെ ഇതിലൂടെ കള്ളക്കേസുകൾ നൽകുന്നുവെന്നുമാണ് സുപ്രീം കോടതി വിമർശനം. പ്രതികാരമായി നിയമം ഉപയോഗിക്കുന്നതിനെതിരെ ജാഗ്രത വേണമെന്ന് കോടതി വിശദമാക്കി. സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാനാണ് നിയമമെന്നും അത് അനീതിക്കായി ഉപയോഗിക്കരുതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഗാർഹിക തർക്കങ്ങൾ സംബന്ധിയായ കേസ് രാജ്യത്ത് വലിയ രീതിയിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. എന്നാൽ വലിയ രീതിയിൽ നിയമം ദുരുപയോഗം ചെയ്യുന്നതായി കോടതി ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെയുള്ള വൈരാഗ്യം തീർക്കാനായി നിയമം ഉപയോഗിക്കരുത്. കൃത്യമായി തെളിവുകളില്ലാതെ വ്യാപകമായ രീതിയിൽ ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കെതിരായ നിലയിൽ നിയമത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നത് അനുവദിക്കാനാവില്ല. ഇത്തരം കേസുകൾ ശ്രദ്ധയിൽ വന്നാൽ തള്ളിക്കളയണമെന്നും കീഴ്ക്കോടതികളോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. 5 നഗരങ്ങളിൽ താമസിക്കുന്ന ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കെതിരായ സ്ത്രീധന നിരോധന പ്രകാരമുള്ള കേസിലാണ് കോടതിയുടെ നിരീക്ഷണം. ദമ്പതികളോടൊപ്പം ഒരു വീട്ടിൽ താമസിക്കാത്ത ആളുകളെ കേസിലേക്ക് വലിച്ചിഴക്കുന്നത് നിയമത്തിന്റെ ദുരുപയോഗമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. തമിഴ്നാട്ടിലെ ജോളാർപേട്ടയിൽ താമസിക്കുന്ന റെയിൽവേ ഉദ്യോഗസ്ഥനായ ഭർത്താവിനെതിരായ യുവതിയുടെ കേസിലാണ് കോടതിയുടെ നിർണായക നിരീക്ഷണം. 2015 വിവാഹിതരായ ദമ്പതികൾക്ക് 2 മക്കളാണുള്ളത്. ഭർത്താവിനും ഭർത്തൃമാതാപിതാക്കൾ, ഭർത്താവിന്റെ 3 സഹോദരിമാർ എന്നിവർക്കെതിരെയാണ് യുവതി പരാതി നൽകിയത്. തെലങ്കാന ഹൈക്കോടതി കേസ് തള്ളാൻ വിസമ്മതിക്കുകയും കുറ്റാരോപിതർക്കെതിരെ ക്രിമിനൽ നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. 2021 ഭർത്താവ് സംയുക്തമായി തീരുമാനിച്ച ശേഷം യുവതിക്ക് വിവാഹമോചനത്തിനുള്ള വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഇതിന് പിന്നാലെ 2022 ഫെബ്രുവരിയിലാണ് യുവതി കോടതിയെ സ്ത്രീധന നിരോധന നിയമപ്രകാരം സമീപിച്ചത്.